ഹലോ ഗേസ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് അച്ചാറാണ്. സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളെ ഏരിയ ഇതിൽ ഈത്തപ്പഴമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, വറ്റൽമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. ഇത് മുളക് പൊടിയാണ്. ഇത് അച്ചാർ മസാല, പിന്നെ പൊടിയുപ്പ്, പിന്നെ കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾ. പിന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നല്ല കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ഈ ബീട്രൂട്ട് ഒരു മിക്സി, അതായത് ഒരു ചെറിയ പീസാക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു മിക്സിയിലേക്ക് ഈ ബീട്രൂട്ട് മൊത്തം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ബീട്രൂട്ട് മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് വിനാഗിരി, അത് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ വിനാഗിരി ഉണ്ട്, അത് നമ്മളിപ്പം അത് ചെയ്യുന്നില്ല. നമ്മളെ കയ്യിൽ കുറച്ച് ബാക്കിയുള്ള വിനാഗിരി ഉണ്ടായിരുന്നു, അപ്പം നമ്മളത് എന്ത് ചെയ്യുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു. അതായത് ഒരു 4 കപ്പ് ഉണ്ടായിരിക്കും ഏകദേശം. പിന്നെ കുറച്ചും കൂടെ വിനാഗിരി ഇതിലേക്ക് പുതിയ ബോട്ടിൽ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ അച്ചാറിൻ്റെ അകത്ത് പച്ചവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാരണം പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാസങ്ങളോളം വെക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടാവുക. നമ്മൾ മിക്സിയിലിട്ടു. ഇത് ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു തരിതരിപ്പ് വേണം. അപ്പം നമ്മളൊരു ബൗളിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടത്. ഇനി നമ്മൾ ഇത് മിക്സി കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേ മിക്സിയിൽ നല്ലോണം കഴുകി വെച്ച ഈത്തപ്പഴം, അതായത് ഒരു 1/4 കിലോ ഉണ്ടാവും, 200-250 ഗ്രാം ഉണ്ടാവും. ഈത്തപ്പഴം കുരു കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി നമ്മൾ എന്ത് ചെയ്യുക, ഇത് മിക്സിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വിനാഗിരി കുതിർത്തി വെച്ച പുളിയുടെ വെള്ളം ഒഴിക്കുക. ഞാൻ കൈവച്ചാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. അത് നമ്മൾ ഈത്തപ്പഴവും പുളിയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ പുളിയും ഈത്തപ്പഴവും ഇതേ മിക്സിയിൽ തന്നെ അടിച്ചെടുത്തു. നമ്മളിതിൽ ഈ ബീട്രൂട്ടിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബീട്രൂട്ടും ഈത്തപ്പഴവും പുളിയും അത് നന്നായി മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവമായിരിക്കും നമ്മൾ ഈ അച്ചാറിൻ്റെ തിക്നെസ് വരുത്തേണ്ടത്. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അടുപ്പ് ഓൺ ചെയ്ത് ഒരു പാൻ നമ്മൾ അടുപ്പിൽ വെക്കാൻ പോവാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. സാധാ മുളക് പൊടിയാണ്. പിന്നെ തീ കുറച്ച് നമ്മൾ പരമാവധി തീ കുറക്കുക, കാരണം ഇത് മൂത്ത് കഴിഞ്ഞാൽ അച്ചാറിന് ടേസ്റ്റ് മാറും. പിന്നെ അത് 2 സ്പൂണ് 2-2.5 സ്പൂൺ ഉണ്ടാവും കാശ്മീരി ചില്ലി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2-2.5 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് അച്ചാർ പൊടിയാണ്, അതായത്
പിക്കിൾ മസാല അത് നമ്മൾ ചെയ്യും. ഇതിലേക്ക് ചെയ്തു ചെറിയ തീയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഈ മസാലകളൊക്കെ അതിൽ ചേർത്തു. ഈ മസാലയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കായപ്പൊടിയാണ് കുറച്ചുകൂടിയും ബെറ്റർ. ഓക്കെ, കുറച്ച് കായപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായി ഒരു മൂത്ത് വരുന്ന ആ പരുവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ മസാലകൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അധികം മൂക്കരുത്, കാരണം അധികം മൂത്ത് കഴിഞ്ഞാൽ ഒരു ചൊവ വരും ഇതിൻ്റെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതൊന്ന് മൂപ്പിച്ച് കൊണ്ടുവന്നു. എല്ലാ മസാലകളും ഒന്ന് മൂത്ത് കഴിഞ്ഞു. ആ മസാല പച്ചച്ചൊവ മാറിക്കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ ഈ ബീറ്റ്റൂട്ടും ഈത്തപ്പഴവും പുളിയും അത് മിക്സിയിൽ നിന്ന് അടിച്ച് വെച്ചതിന് ശേഷം ഈ മസാല വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ചൂടോടെ കൂടെ തന്നെ ഈ മസാല ഇതിലേക്ക് ചെയ്യണം. അതായത് നമ്മൾ മസാല വഴറ്റി കഴിഞ്ഞില്ലേ, അത് നമ്മൾ ചൂടോടെ കൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാലാണ് ആ മസാലയും കാര്യങ്ങളൊക്കെ ഈ ബീറ്റ്റൂട്ടിൽ നന്നായി പിടിക്കുകയുള്ളൂ. ബീറ്റ്റൂട്ടിലും ഈത്തപ്പഴത്തിലും നന്നായി പിടിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി അടുത്തത് പച്ചമുളക് 2, 4, 6, 8, 10, 12, 14, ഒരു 15 പച്ചമുളക് ഞാൻ ഇതിൽ ആഡ് ചെയ്താൽ, കാരണം ഈത്തപ്പഴം നല്ല മധുരമുള്ള സാധനമാണ്. അപ്പോൾ ചെറിയൊരു എരിവും കുറച്ച് മുളക് പൊടി നമ്മൾ ഇതിൽ ചേർത്തല്ലോ. പിന്നെ ഒരു പിടി, അതായത് ഒരു പിടി വെളുത്തുള്ളി നമ്മളിതിലേക്ക് ചെയ്യും. നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായി ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരും. കൂട്ടുകാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇത് അരിഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഈ ഒരു പരുവത്തിലാക്കി വേണം നമ്മൾ ഈ അച്ചാറിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഉപ്പ്, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. ഉപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് എപ്പോഴും അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് മുന്നോട്ടായിട്ടാണ് എല്ലാ സംഭവവും നമ്മൾ പൊതുവെ ചെയ്യൽ. അപ്പോൾ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്, ഈ ബീറ്റ്റൂട്ടിനും ഈത്തപ്പഴത്തിനൊക്കെ ചെറിയൊരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു, നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോവാണ്. നന്നായി പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് നല്ലെണ്ണ, അതായത് സ്വർണം നല്ലെണ്ണയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ അച്ചാറ് ഈ കാര്യത്തിനൊക്കെ ഏറ്റവും ഉചിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് സ്വർണം നല്ലെണ്ണ. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ നമ്മളെ അച്ചാറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വർണം നല്ലെണ്ണയാണ്. സ്വർണം നല്ലെണ്ണയാണ് പാനിലേക്ക് ഒഴിക്കുന്നത്. സ്വർണം നല്ലെണ്ണയാണ് നമ്മളെ അച്ചാറിന് ഏറ്റവും ഉചിതമായ സംഭവം. ഇപ്പം നമ്മുടെ പാൻ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, കടുക്
ഒരാവശ്യത്തിന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതക്കിയതും പച്ചമുളക് ചതക്കി പിന്നെ ഇഞ്ചി അത് നന്നായി പച്ചച്ചോറ പോയി നമ്മുടെ ബിരിയാണിക്കൊക്കെ നമ്മൾ ഉള്ളി പിന്നെ പൊരിച്ച് കൊണ്ടുവരുന്നില്ലേ ആ ഒരു രൂപത്തിൽ ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് ആ സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വഴറ്റിക്കൊണ്ടേ നിൽക്കണം. അതായത് തീ വളരെ കുറച്ച് നന്നായി മൊരിഞ്ഞ് വരുന്ന രൂപത്തിലാക്കി കൊണ്ടുവരണം. ഏകദേശം നമ്മൾ ഒരു പകുതിയോളം അത് മൊരിഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ വറ്റൽമുളക്, അതായത് കായമുളക് എന്നൊക്കെ പറയും, വറ്റൽമുളക്, കറിവേപ്പില, ഇത് നമ്മൾ നേരത്തെ ചേർക്കാത്തത്. നേരത്തെ ചേർക്കുമ്പോൾ അത് വല്ലാതെ മൊരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളത് പകുതി വെന്തതിന് ശേഷം നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 ഭാഗമായി കഴിഞ്ഞു. പ്രത്യേകം പറയാണ്, ഈ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത സംഗതിയെല്ലാം ഒരേപോലെ നല്ലോണം മൂത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അച്ചാർ ചീത്തയാകാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. ഇത് നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ അച്ചാറിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നന്നായി മൊരിഞ്ഞ് നല്ല വെന്ത് ഈ എണ്ണയിൽ നല്ലെണ്ണ നല്ലെണ്ണയിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അച്ചാറിന് അതിൻ്റേതായൊരു ഗുണം കിട്ടും. നമുക്ക് ഒരു മാസത്തിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളിതിൽ പച്ചവെള്ളവും ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ അതേ ചൂടോടെ കൂടെ നമ്മൾ ഈ അച്ചാറിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളെ അച്ചാർ എന്ത് ചെയ്തു, ഏകദേശം ഒരു ഫൈനൽ റൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിപ്പം നല്ല തിക്കായ രൂപത്തിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ഇതിലേക്ക് ഒഴിക്കണം. നമ്മളിപ്പോൾ പുളി കുതിർത്തി വെച്ചത് വിനാഗിരിയായിരുന്നു. അതേപോലെ കുറച്ച് വിനാഗിരിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണ്. ആവശ്യത്തിന് നോക്കി അതിൻ്റെ തിക്കിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിനാഗിരി ഒഴിക്കുക. എത്ര തിക്ക് വേണം ആ രൂപത്തിൽ. അപ്പോൾ നമ്മുടെ അച്ചാർ നമ്മൾ എന്ത് ചെയ്തു, അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ അച്ചാർ. നമ്മുടെ അച്ചാർ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ.